Hallelujah, 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 hallelujah. La 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 la, la 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 la, la 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 la, la 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 la. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം നമ്മുടെ എല്ലാ കാലത്തും നമ്മൾ കടന്നു പോകുന്ന ഏത് മേഖലകളുടെയും മധ്യേ നമ്മെ ഉണർത്തുന്നതാണ്. വചനം തരുന്ന ഈ ആലോചന നമ്മുടെ ജീവിതത്തിൽ പുതിയ ജീവിത ശൈലിയിലേക്ക് നമ്മെ വഴി നടത്തുകയാണ്. പുതിയ സ്വഭാവത്തിലേക്ക് വചനം നമ്മെ നടത്തുകയാണ്. പുതിയൊരു ജീവിത ക്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. വന്ന വഴിയല്ല, ഒരു പുതിയ വഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ പോലും, രോഗങ്ങൾ പോലും, ഏത് സാഹചര്യങ്ങളും ഒരു ദൈവ പൈതലിനെ ഒരു പുതിയ മേഖലയിലേക്ക്, ഒരു പുതിയ ശക്തിയിലേക്ക്, ഒരു പുതിയ അനുഭവത്തിലേക്ക്, പുതിയ ഒരു സന്തോഷത്തിലേക്ക് വഴി നടത്തുകയാണ്. ഈ ശബ്ദത്തിന്റെ മുൻപിൽ ആയിരിക്കുന്ന നമ്മളെല്ലാവരും ഓരോ മേഖലയിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മളെല്ലാം അവരവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും സാമ്പത്തിക ചുറ്റുപാടിനും കുടുംബ പശ്ചാത്തലങ്ങൾക്കും അതോടൊപ്പം തന്നെ ഔദ്യോഗികമായ മറ്റ് മേഖലകളുടെ എല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ച്, പ്രായത്തിനനുസരിച്ച്, ജീവിത ചുറ്റുപാടുകൾക്കനുസരിച്ച് വൈവിധ്യമായ മേഖലകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. ചിലർ ഇതിൻ്റെ എല്ലാം നടുവിൽ അറിയാതെ അറിഞ്ഞോ പുലമ്പുന്ന ഒരു വാക്കാണ്, ഞാൻ മടുത്തുപോയി, എന്നെ കൊണ്ട് വയ്യ, എനിക്ക് കഴിയില്ല. വേറെ ചിലർ ആ വാക്കിന്റെ അപ്പുറത്ത് ഒരു പടി കൂടെ മുൻപോട്ട് കയറിയിട്ട് പറയും, ഇനി എനിക്ക് ജീവിതം വേണ്ട. അങ്ങനെ ജീവിതം മടുത്ത് തോറ്റുപോയിട്ടുള്ള പലരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് ദൈവമക്കളായിട്ടുള്ള, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടിട്ടുള്ള, ദൈവം ഉപയോഗിച്ചിട്ടുള്ള ഭക്തന്മാരുടെ അധരങ്ങളിൽ നിന്ന് ഒരിക്കലും ദൈവം വീണ് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കാണ് ഈ മൂന്നക്ഷരം മടുത്തു എന്നുള്ളത്. പ്രിയമുള്ളവരെ, ആ വാക്കിന് വളരെ വിശാലമായ ചില തലങ്ങളുണ്ട്. അതിനൊരു മനുഷ്യനെ പരാജയപ്പെടുത്താനായിട്ട് ആ വാക്കിന് സാധിക്കും. ഒരു മനുഷ്യന്റെ കുടുംബത്തെ തകർക്കാൻ ആ വാക്കിന് സാധിക്കും. കേവലം നമുക്ക് തോന്നും ഇത് മൂന്നക്ഷരമല്ലേ ഉള്ളൂ, മടുത്തു. ഈ പറയുന്ന മൂന്നക്ഷരം നമ്മൾക്കതിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. നമ്മൾ പലപ്പോഴും അതിൻ്റെ ആഴവും പരപ്പും അറിയാതെ നമ്മൾ പറയാറുണ്ട്, ടു ഗെറ്റ് ടയേർഡ്, എന്നെ കൊണ്ട് വയ്യ, ഞാൻ മടുത്തു, എനിക്ക് പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ വാക്ക് നമ്മിലുണ്ടാക്കുന്ന വളരെ ആഴമേറിയ ചില പ്രതിധ്വനികൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ ദൈവം വളരെ ഉപയോഗിച്ച ഭക്തന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ എഴുതുന്ന ഒരു പേരാണ് ഏലിയാവ്. ഏലിയാവിനെ അതുപോലെ ദൈവം ഉപയോഗിച്ചതാണ്. ആഹാബ് രാജാവിന്റെ കാലത്ത് ജനം മര്യാദ വിട്ട് നടന്നപ്പോൾ, നേതൃത്വം കൊടുക്കുന്ന രാജാവ് മര്യാദകേടിൽ ജീവിച്ചപ്പോൾ, അവർ ദൈവാലയത്തിന്റെ മഹത്വത്തെ നശിപ്പിച്ചപ്പോൾ, അവർ ദൈവാലയത്തിന്റെ ശ്രേഷ്ഠതകളെ ഇല്ലാതാക്കിയപ്പോൾ, അതിന്റെ എല്ലാം മധ്യേ ആഹാബ് രാജാവ് ദൈവിക ദർശനം വിട്ട് നടത്തിയപ്പോൾ, ദൈവിക ആലോചന ലഭിക്കാതെ പോയപ്പോൾ, അങ്ങനെ ഭക്തി നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിന്റെ മധ്യേ ദൈവം തെരഞ്ഞെടുത്ത, ദൈവം ഉപയോഗിച്ച വളരെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. പക്ഷേ അവന്റെ പൗരുഷം, അവന്റെ വാക്കുകളുടെ ഗാംഭീര്യത, അവന്റെ ചിന്തയുടെ വലിപ്പം, അവന്റെ പെരുമാറ്റത്തിന്റെ കർമ്മനിരത, വിശ്വാസത്തിന്റെ ആഴം, അവന്റെ വാക്കുകളുടെ ശക്തി, ഇതെല്ലാം നമുക്ക് 17-18 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഏലിയാവാണോ 19-ാമത്തെ അധ്യായത്തിൽ തളർന്നു കിടക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പ്രിയരെ, ഏതാണ്
ആ പദപ്രയോഗം നമുക്കിങ്ങനെ നോക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഞാനിങ്ങനെ വായിക്കാം. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിപ്പിച്ചു. അടുത്ത വാക്യം, അവൻ ഭയപ്പെട്ടു, എഴുന്നേറ്റു, ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ മതി, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അവിടെ 2 വാക്ക് പ്രത്യേകമാണ്. ഇസബേലിന്റെ വാക്ക് ഏലിയാവിന്റെ ചെവിയിലെത്തിയപ്പോൾ ഏലിയാവ് ഭയപ്പെട്ടു. ഭയത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വികാരമാണ്, അല്ലെങ്കിൽ ഒരു ഭാവമാണ് നിരാശ. നിരാശയിൽ നിന്ന് പുറത്തു വന്ന മറ്റൊരു ശബ്ദമാണ് മതി. ഇങ്ങനെ 3 കാര്യങ്ങൾ ഒരുപോലെ ബന്ധപ്പെട്ടവിടെ കിടക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വാക്കിന് ആഹാബിന്റെ മുൻപിൽ വിരിച്ചു നിന്ന് ശക്തിയോടെ നിന്ന പ്രവാചക, അങ്ങേക്കെന്തു പറ്റി? അങ്ങിങ്ങനെ തളർന്നു പോയതെങ്ങനെ? ഇസബേലിന്റെ വാക്കിന്റെ മുൻപിൽ ഏലിയാവിന്റെ ഉള്ളിൽ രൂപപ്പെട്ട വികാരം ഭയമാണ്. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്കെങ്ങനെ മുൻപോട്ട് പോകാം? വയ്യല്ലോ, എനിക്കിത് അസാധ്യമാണല്ലോ. ഇതൊക്കെ അവന്റെ ഉള്ളിൽ വേഗം വേഗം വന്ന് തറച്ചു. ദുഷ്ടൻ അവനോടൊരു കാര്യം പറഞ്ഞു. അവന്റെ മനസ്സിൽ മന്ത്രിച്ചു, മതിയാക്കിക്കോ, അവൾ നിന്നെ കൊല്ലും. ഭയം ജനിച്ചു. ദൈവം ഉപയോഗിക്കുന്ന മക്കളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന് പകരമായി ഭയം ജനിച്ചാൽ നിരാശയാണ് ഫലം. അപ്പൊ എന്താണ് നിരാശയുടെ കാരണം? വിശ്വാസം മരിക്കുന്നിടത്ത് നിരാശ ജനിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, വിശ്വാസം മരിക്കുന്നിടത്ത് ഭയം നിമിത്തമായി നിരാശ ജനിക്കുകയാണ്. നിരാശ ജനിച്ചാൽ അതിന്റെ വാക്കുകൾ പുറത്തേക്ക് ഒഴുകുകയാണ്. ദൈവത്തിന് അത് ഇഷ്ടമല്ല. താങ്കൾ ഒരു വിശ്വാസിയാണോ? ദൈവവചനത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും പിതാവായ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിലും അവന്റെ സൃഷ്ടിത്വത്തിന്റെ മഹത്വത്തിലും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ? എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ശബ്ദം പുറത്തു വന്നുകൂടാ. ഏതാണ് ആ വാക്ക്? അയ്യോ, ഞാൻ മടുത്തുപോയി, എനിക്ക് വയ്യ, മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ.